ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യൻ ഒരു നാൾ കൊണ്ടുണ്ടായതല്ല. കോടിക്കണക്കിന് വർഷങ്ങളായി നടന്ന പരിണാമത്തിന്റെ ഫലമാണ് മനുഷ്യൻ. ഏകദേശം 350 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ആദ്യ ജീവൻ കടലിൽ നിന്നാണ് ഉദിച്ചത്. കാലക്രമേണ കുരങ്ങുപോലുള്ള ജീവികൾ മരങ്ങളിൽ ജീവിക്കാൻ തുടങ്ങി. മനുഷ്യരും കുരങ്ങുകളും ഉൾപ്പെടുന്ന സസ്തനങ്ങളുടെ ഒരു ഗോത്രമാണ് പ്രൈമേറ്റുകൾ. മനുഷ്യൻ പ്രൈമേറ്റുകളുടെ ഭാഗമാണ്. മറ്റ് സിമിയൻ വിഭാഗത്തിലെ ആൾക്കുരങ്ങുകളും വലിയ കുരങ്ങുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഏകദേശം 40 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രലോപിത്തക്കസ് എന്ന ജീവിവർഗം 2 കാലിൽ നടക്കാൻ തുടങ്ങിച്ചു. ഹോമോ ഹാബിലിസ് ആദ്യമായി കല്ലുപകരണങ്ങൾ ഉപയോഗിച്ച മനുഷ്യനാണ്. ബുദ്ധിശക്തി ക്രമേണ വളർന്നു. ഹോമോ എറക്ടസ് തീ കണ്ടെത്തി ഉപയോഗിച്ചു. തീ നിയന്ത്രിക്കാൻ പഠിച്ചതിനാൽ ഭക്ഷണം പാകം ചെയ്യാനും സുരക്ഷിതമായി ജീവിക്കാനും കഴിഞ്ഞു. ആഫ്രിക്കയ്ക്ക് പുറത്ത് കുടിയേറിയ ആദ്യ മനുഷ്യനും ഇവരാണ്. നിയാൻഡർതൽസ് ശക്തമായ ശരീരമുള്ള മനുഷ്യവർഗമായിരുന്നു. നിയാൻഡർതാൽ നേരെ നടക്കുകയും കല്ലുപകരണങ്ങൾ നിർമ്മിക്കുകയും കൂട്ടായി വേട്ടയാടുകയും ചെയ്തിരുന്നു. യൂറോപ്പിലും ഏഷ്യയിലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇവർ മനുഷ്യവികാസത്തിലെ ഒരു പ്രധാന ഘട്ടമാണ്. ഹോമോ സാപ്പിയൻസ് എന്നാണ് ഇന്നത്തെ മനുഷ്യനെ ശാസ്ത്രീയമായി വിളിക്കുന്നത്. ഇവർ പൂർണ്ണമായും നേരെ നടന്ന് ഉയർന്ന ചിന്താശേഷിയും ഭാഷാ കഴിവും വികസിപ്പിച്ചു. അറിവ് തലമുറകളിലേക്ക് കൈമാറാനുള്ള കഴിവാണ് ഹോമോ സാപ്പിയൻസിനെ ഭൂമിയിലെ ഏറ്റവും വിജയകരമായ ജീവവർഗമാക്കിയത്. കാലക്രമേണ മനുഷ്യൻ സ്ഥിരതാമസം ആരംഭിച്ചു. നദികളുടെ തീരങ്ങളിൽ ഗ്രാമങ്ങൾ രൂപപ്പെട്ടു. കൃഷി ആരംഭിച്ചതോടെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനും സംഭരിക്കാനും മനുഷ്യൻ പഠിച്ചു. ഇത് നാഗരികതയുടെ ആരംഭമായി. കാലക്രമേണ ആധുനിക മനുഷ്യർ ജ്ഞാനം കൈവരിക്കുകയും സംസ്കാരം, ഭാഷ, കലയെ വികസിപ്പിക്കുകയും ചെയ്തു. മനുഷ്യ പരിണാമം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്: മാറ്റങ്ങളോട് പൊരുത്തപ്പെടുന്നവരാണ് മുന്നോട്ടു പോകുന്നത്.